സൽമാനെ ഇങ്ങനെ വിഷമിക്കാതെ, നിന്റെ മുഞ്ചത്തെ ഏതോ ഒരുത്തിന്റെ കൂടെ ഉണ്ട്. ഏതോ ഒരു വീട്ടിൽ ഉണ്ട്. കൊച്ചിലെ വലിയ ആൾക്കാർ ഗൾഫിൽ പോയി പെണ്ണെട്ടുന്നുണ്ട് ഗൾഫിൽ പോയതാ. ഇപ്പൊ വന്നപ്പോ കൊച്ചുള്ളവര് പെണ്ണെട്ടി നടക്കുന്നു. പ്രസവ ജീവിതത്തിൽ ഉള്ളതാക്കാം. എടാ മോനെ, പ്രവാസ ജീവിതം. എടാ നീ ഇവനൊരു പെണ്ണാലാനായിട്ട് വന്നല്ലേ? അതൊന്ന് പോയി കണ്ടാ മതി. എന്റെ കുടുംബത്തിന് പറ്റിയ കുടുംബമാണോ? ഇത്രയും മഞ്ഞ കുടുംബം അല്ലെങ്കിലും ഓക്കെയാണ്. എടാ നീ എന്നെ കൊണ്ട് വീട്ടിൽ ചായ പിടിക്കാൻ പോയില്ല, എന്തോ? അത് പെണ്ണിനൊക്കെയാണ്, പക്ഷെ പെണ്ണിന്റെ വാപ്പ വഴങ്ങളിലോ. വാപ്പ വഴങ്ങാൻ ഞാൻ അങ്ങനെ കൊണ്ടാ ഹണിമൂണിന് പോണത്. സമ്മതിക്കല്ലെന്ന്. നിന്നെ കാണാൻ ഒരു ബർക്കത്തിന്റെ കുറവുണ്ട്. കാണാൻ പോഷാഹാരത്തിന്റെ കുറവുണ്ടെന്ന് കേട്ടിട്ട് ഈ ബർക്കത്ത് കിട്ടപ്പോഴൊക്കെ എവിടുന്ന്? ഇക്ക അവിടെ അറബി എന്ത് പറയുന്നു? ഇടയ്ക്ക് സംസ്കൃതം പറയൂടാ. ഈ തമാശ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയണേക്കാ. എന്തിനാണ് ഞാൻ അപ്പ ചിരിക്കാം. അല്ലെങ്കിൽ ആഡിറ്റോറിയം ഒക്കെ ഉണ്ട്. എന്നിട്ട് നീ സാരി എടുത്തു തന്നില്ല, നിന്നെ അങ്ങ് കേട്ടാ. സംഭവം ശരിയാ, പക്ഷെ എന്റെ മോനെ ജർമ്മനിക്ക് വിടുവാണെങ്കിൽ തന്റെ മോനെ വിടാൻ പറ്റൂല. അതാ ജർമ്മനിക്ക് പനി വരും. നീ കുറെ നാളായില്ലേ എന്റെ മോനെ പറ്റി വേണ്ട ഞാൻ പറഞ്ഞില്ലേ. എന്റെ മോനെ അത്ര മോശമൊന്നുമല്ല. നമുക്ക് ജർമ്മനിക്ക് പോവാം. ഓ പുരുഷ കൂളൊന്നും എന്റെ കയ്യിലില്ല. അയ്യോ അതല്ല സമാധാനിക്കാൻ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇങ്ങോട്ട് പാടാം. യൂട്യൂബ് നോക്കിയൊരു ബുൾസൈ അടിച്ചതാ. അപ്പോൾ അത് പണിഞ്ഞ് മുട്ട പുറിജിയായി. ഒരുപാട് ആശിച്ചവർ ബുൾസൈ തന്നെ. എന്താ വിഷമമായോ? ഇതുപോലെ ആ മോനെ ഞങ്ങൾ വളർത്തി വലിയൊരു ബുൾസൈ ആകുമെന്ന് വിചാരിച്ച്, പിന്നെ വളർന്നപ്പോഴറിഞ്ഞ തീമൊട്ടയാന്ന്. പിന്നെ എന്തോ വിചാരിച്ച്? മത്തം കുത്തിക്കഴിഞ്ഞാൽ അതിനകത്തൊന്ന് അവക്കാടോ വരുമെന്ന് വിചാരിച്ചോ? ഇപ്പൊ വിഷമമായില്ലേ? ഇപ്പൊ സമാസം. അയ്യോ അച്ഛാ, ചേട്ടൻ ഒറ്റയ്ക്കൊക്കെ ദുബായ് വിടണോ? ഇല്ലടാ, ഞാൻ അവനൊരു പെണ്ണും കെട്ടിച്ച് അവക്കൂടെ ചെലവിന് കൊടുക്കാം. അല്ല, അവന്റെ കാര്യം സേഫ് ആക്കി. നിന്റെ ഉദ്ദേശം എന്തുവാ? ഞാൻ നിന്നെ ജനിച്ചിടം മുതൽ കാണി, എനിക്ക് നിന്നെ ഒരു പിടുത്തം കിട്ടുന്നില്ല. എനിക്ക് ഈ മെഡിസിൻ ഒക്കെ പോകണമെന്നുണ്ടാ, ഈ മരുന്നിനെ പറ്റി പഠിക്കാനേ. നിനക്കറിയാവുന്നൊരു മരുന്നിന്റെ പേര് പറഞ്ഞു. മയക്ക് മരുന്ന്. ഇടിയൻ ചന്ദ്രൻ, റിട്ടയർഡ് DVSP. അപ്പുറത്തെ വീട്ടിലാ താമസം. സംഭവം എത്ര ഉണ്ടായിരുന്നു? 25. തൊണ്ടി മുതൽ തെണ്ടിത്തരം കാണിക്കാതെ ഉള്ള പറ. 20. അല്ല, സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തില്ല? എങ്ങനെ? ഇങ്ങനെ സമ്മതിക്കണ്ടേ? ഇവിടെ പട്ടിയൊന്നുമില്ലായിരുന്നു. ഉണ്ടായിരുന്നു, കൊണ്ടുപോയി. ലാബായിരുന്നു. ലാഭം കിട്ടിയ അപ്പോഴേ അങ്ങ് കൊടുത്തോളാം. അയ്യോ, പട്ടി ലാബായിരുന്നു, വൈഫ് കൊണ്ടുപോയി. നിന്റെ പേരെന്തുവാണ്? ശംഭു. വായിൽ എന്തുവാന്നല്ല ചോദിച്ച. അതന്നെ ശംഭു. നീ ഇവിടെ എത്ര തവണ മൊത്തത്തിൽ കണ്ടിട്ടുണ്ടോ? ഇന്നും കൂടെ ചേർത്ത് ഒരു വട്ടം. അപ്പൊ അതിന് മുമ്പോ ഇൻസ്റ്റാഗ്രാമത്തിൽ വീഡിയോ കോളും. പൂപ്പി എന്റെ മുമ്പിൽ ചടിച്ചോണ്ടല്ലോ. പൂപ്പി, നിന്നെ അടിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. ചേട്ടനാന്ന് പറഞ്ഞ് പോക്കത്തരം കാണിക്കരുത്. അവക്ക് ആദ്യം പ്രഷർ അടിച്ചു പറഞ്ഞു. ഇതെന്തുവാന്നറിയാവോടാ? എന്റെ പൂപ്പിയുടെ മൃദുലമായ കൈ. ഇത് ഞാൻ മേടിച്ചു കൊടുത്തൊന്നുമല്ല. അല്ല, 5 മാസം മുമ്പ് എൻഗേജ്മെന്റിന് ഞാൻ ഇട്ട് കൊടുത്തത്. എൻഗേജ്മെന്റ് ചെയ്യാതെ അടുത്ത മാസം അവരുടെ കല്യാണമാടാ. പൂപ്പി അല്ലടാ, മഞ്ചാടി. ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് മാറത്തില്ല. അയ്യോ, ഞാൻ മാറി ബ്രോ. ഇടയ്ക്ക് വിളിക്കുമ്പോ എൻഗേജ്ഡ് ആവുന്നല്ലാതെ എൻഗേജ്മെന്റ് കഴിഞ്ഞാലും എനിക്ക് അറിഞ്ഞുകൂടാ. നോറ്റൊരു കല്യാണം റെഡി ആയതാ. വിവാഹത്തിന്റെ ഇടയ്ക്ക് വിഹിതം ഉണ്ടാക്കാൻ വരരുതേ. എനിക്ക് സ്കോഷ് അടിച്ച് തന്നിട്ടല്ല അവന് നീ ക്രഷ് അടിച്ചു കൊടുക്കേണ്ടത്. കല്യാണം കുറിഞ്ഞ വാട്സപ്പ് ഇട്ടേക്കാം. ആ പരിസരത്ത് ഞാൻ കാണത്തില്ല. പേടിക്കൊന്നും വേണ്ടോ, നമ്മൾ എപ്പോഴും കാണിക്കുന്ന പല്ലു ഡോക്ടറാ. പേടിയൊന്നുമില്ല അച്ഛാ. പല്ലുവേദന. സംസാരിക്കാൻ വയ്യാണ്. എന്താ എന്റെ കുടുംബത്തിൽ നിന്ന് എന്നെ വണ്ടി ഓടിക്കാൻ ഒരുത്തനും വിളിക്കൂല. വണ്ടി ഓടിക്കാൻ അറിയാത്തോണ്ടല്ലേ? അതെ. യോഗയിൽ 84 ആസനങ്ങളാണുള്ളത്. നവാസിന് അറിയാവുന്ന 2 ആസനങ്ങൾ പറയൂ. ഷവായിസൻ. അൽഫാംസൻ.
നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നവാസെ മൂക്കുമുട്ട തിന്നിട്ട് ആസന കമത്തിയുള്ള കിടത്ത വേണ്ടാന്ന്. സാറ് പറഞ്ഞ ഡയറ്റ് റൊട്ടി ഒന്നും ശരിയാവുന്നില്ല. അയ്യോ എന്തോ പറ്റി? സാറ് പറഞ്ഞ ചിക്കനും കിഴങ്ങൊന്നും കഴിച്ചിട്ട് എന്റെ വണ്ണമൊന്നും കുറയുന്നില്ല. നീ എങ്ങനെ കഴിച്ചത്? ഞാൻ KFC പോയിട്ട് ഫ്രൈഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചു. ശാന്തം കാര്യം സാറ് ബസുമതി റൈസ് കഴിക്കാൻ പറയാൻ ഇല്ലേ ഡെയിലി മന്തി വാങ്ങിച്ചു തന്നെയാണ്. എന്റെ ഫോൺ എടുത്ത് ആരാ നോക്ക്. സാറേ കുക്കിരി. കുക്കിരിയോ? ആരുടെ കുക്കിരി? നോക്കട്ടെ. എടാ KU ഗിരി. ഇനിഷ്യലായിരുന്നു. അവള് ബെസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന കാട്ടുകഴിവരായിട്ട് സെറ്റ് ആയില്ല. അവള് ബെസ്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് അവൾ എന്നോട് ചോദിക്കാം ഞാൻ അവളുടെ ബെസ്റ്റ് ആവുമെന്ന്. ഞാൻ ചോദിച്ചു അവളുടെ അപ്പുറത്തെ വീട്ടിലെ രാഘവേട്ടൻ അവൾ തന്തേന്ന് വിളിച്ചിട്ട് തന്തേനെ അവൾ രാഘവേട്ടാന്ന് വിളിക്കും. ഇപ്പൊ ഞാൻ പോട്ടെ കളിയാ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നേ. എന്താ ഇത്? എന്താ സ്റ്റാർട്ട് ആവുന്നത്? എന്നെ കൊണ്ടാ എന്താ സ്റ്റാർട്ട് ആവാത്ത? സ്പോർട്സ് ബൈക്ക് ഒന്നും ഇങ്ങനെയല്ലടാ. ഇതേ സൂപ്പർ ബൈക്ക് പൂശം ബ്രോ. ഒന്നാട്ടെ ഇവിടെ കാണാനൊന്നുമില്ലായിരുന്നല്ലോ. ഞാൻ കുറച്ചു നാൾ കാനഡയിലായിരുന്നു. അറിയോ ആഷിർ? വിനായക് റൈറ്റ് നിൽക്കുന്ന വിനായകും ഇടത് നിൽക്കുന്നത് ഹാഷിറും. അയ്യോ പ്രേമമായ ഒന്നെങ്കിൽ ആട് പറ്റിക്കും അല്ലെങ്കിൽ പെണ്ണ് പറ്റിക്കും. അതൊരു നാട്ടുകടമ. ഇതുവരെ എത്ര രൂപ പൊട്ടി? പ്രേമാകുമ്പം കുറച്ചൊക്കെ പൊട്ടുമല്ലോ. പൊട്ടും. ഈ പൊട്ട ഇപ്പോഴും ഐഫോൺ DMI അടച്ചോണ്ടിരിക്കുക. അവക്ക് വാങ്ങിച്ചു കൊടുത്ത ഇപ്പൊ പെണ്ണും ഇല്ല ഐഫോണും ഇല്ല. ഇത് ആര് ഓടിച്ചോണ്ട് വന്ന ഈ വണ്ടി? ഞാൻ. അതെങ്ങനാ? ഞങ്ങള് രാവിലെ ചെറുതായിട്ടൊന്ന് മദ്യപിച്ചു. എന്റെ അച്ഛന് ഡ്രൈവിംഗ് സ്കൂളാണെന്ന് അറിയാലോ. ഇവിടെയും ക്ലച്ച് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ആക്സിലേറ്ററും ഉണ്ട്, പിന്നെ സ്റ്റിയറിംഗ്. അത് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ, പിന്നെ ഇടയ്ക്ക് ഞാൻ ഹോണും അടിക്കും. മദ്യപിച്ചുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറാറില്ല. നിയമം അത് പാലിക്കേണ്ടത്. രാഘവ മാഷിന്റെ പോയി എത്തിച്ചോളാം. ഈ പയ്യത് എന്തൊരു പടച്ചോട്ടേക്കണം. ഈ പയ്യൻ എന്തൊരു എഡിറ്ററാ ഇത്? ഈ പയ്യത് എങ്ങനെ എഡിറ്റ് ചെയ്തത്? ഇത് ആര് ചെയ്തത്? വീട്ടിലോട്ട് പോവാ. അവിടെ പോയി പോട്ടെ. നിങ്ങൾ ഒറ്റയ്ക്ക് കുടിച്ച് നശിക്കല്ലേ? ഡോ സമയം എത്രയാടോ? 2:15. 2 കാലം. ഇനി ഇവിടെ ആർക്ക് 3 കാലുള്ളത്? എന്റെ തന്തയ്ക്ക്. തനിക്ക് പിന്നെ എത്ര പേപ്പർ ഉണ്ടെന്നറിയോ? ഇന്നലെ ഞാൻ 2 പേപ്പർ ജോയിന്റ് അടിക്കാൻ വേണ്ടി കൊടുത്ത്. നീ പുതിയതല്ല വാങ്ങിച്ച? പപ്പ അറിയാതെ എന്തെങ്കിലും ചെയ്യുവോ? ആ ഇല്ല, അതങ്ങനെ സംഭവിക്കൂല. എടോ ആ പേപ്പർ അല്ലടോ സപ്ലൈ. സപ്ലൈയാ? എന്റെ പൊന്നു സാറേ, ഇവനോട് ഞാൻ പറഞ്ഞാണ് ഇവിടെ ഞാൻ സപ്ലൈ ചെയ്തോളാന്ന്. ഞാൻ അറിയാണ്ട് ഇവിടെ നീ സപ്ലൈ ചെയ്താ. ചേട്ടാ എനിക്കിവിടെ പഠിച്ച് വലിയ ആളെ അച്ഛന്റെ മുമ്പിൽ പോയി നിൽക്കാവളേ. മോന്റെ അച്ഛന്റെ പേരെന്ത്? ദാമോദർ ജി. ജിയോട് പറഞ്ഞിരുമോ മൂഞ്ചി? ഞാൻ പോകുന്നു. ബൈ ബൈ.